നമ്മൾ ആദ്യമായിട്ട് ജർമ്മനി വേൾഡ് കപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന മെസ്സിയെ കാണുമ്പോൾ അവിടെ നിന്ന് വരെ എന്തൊക്കെയാണോ മെസ്സിയെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത് അതെല്ലാം ഫുൾഫിൽ ചെയ്തൊരു പ്ലെയർ ആണ്. വളരെ റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പും കൂടിയാണ് മെസ്സിക്ക് ഇത്. എന്നാൽ അവർക്ക് ജയിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു വേൾഡ് കപ്പാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിന് മെസ്സിക്ക് എന്താന്ന് വെച്ചാൽ മെസ്സിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. കളിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉള്ള ഒരു സമയം അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ വലിച്ചു കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട ഒരു ആവശ്യം അർജന്റീനക്ക് ഉണ്ടോ? അത്രക്കും ഒരു ദാരിദ്ര്യം ഉള്ള ഒരു സ്ക്വാഡ് അല്ലല്ലോ അത്. മറ്റേ നമ്മള് CSKയില് ധോണി മെന്റർ ആയിട്ട് വരുന്ന പോലെ അല്ല ഇപ്പൊ മെസ്സി ഉള്ളത്. ഇവിടെ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. സ്റ്റേജസിൽ ഗെയിം സീൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഹി വോണ്ട് പ്ലേ ദി അതർ മാച്ച്. മേ ബി മെസ്സി വാണ്ട്സ് ടു പ്ലേ ലൈക്ക് ആ ഗോൾ റെക്കോർഡ് ഒരെണ്ണം ഉണ്ട്, അതായത് വേൾഡ് കപ്പിൽ. അപ്പോ അത് ബീറ്റ് ചെയ്യാനാണ് മെസ്സി മെയിൻ ആയിട്ട് നോക്കുക. മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് MLS-ന്റെ സ്പീഡ് തന്നെയാണ് ഇന്റർനാഷണൽ ഫുട്ബോളിന്. അതായത് പ്രീമിയർ ലീഗിലോ യൂറോപ്യൻ ലീഗ്സിന്റെ ആ ഒരു സ്പീഡ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ പൊതുവെ കാണാറില്ല. അത് മെസ്സിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മെസ്സി ഒന്നാമത് താമസിക്കുന്നത് അവിടെ തന്നെയാണ്. സോ ഹി നോസ് ദ കണ്ടീഷൻസ് റിയലി വെൽ. മെസ്സി ആ പോക്കറ്റ് സ്പേസിൽ നിൽക്കും, ബോൾ കിട്ടിയാൽ പിന്നെ അറിയാം എന്താ നടക്കുന്നത്. മെസ്സി അന്നും ഇന്നും നടന്നാ കളിക്കുന്നത്, ഓക്കെ. പക്ഷെ ബോൾ കിട്ടിയാൽ ദർ ഇസ് എ ബേസ്റ്റ് ഓഫ് പേസ്. അതിപ്പോൾ അധികം ഉണ്ടാവില്ല, വയസ്സായതിന്റെ കാരണമാണ്. പക്ഷെ അപ്പൊ അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ആ മിഡ്ഫീൽഡിന് അറ്റാക്കും ഗ്യാപ്പ് വന്നാൽ അവിടെ കളി പോവാനുള്ള ചാൻസും ഉണ്ട്. അത് എന്തായാലും ഒരു കളിയുടെ 60-ാം മിനിറ്റ് നമ്മള് അങ്ങനെ മെസ്സി ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്നും ചെയ്യൂല. നമ്മള് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് ഈ വാക്കിംഗ് സംഭവങ്ങളൊന്നും ഇല്ലാതെ മര്യാദക്ക് ഡിഫെൻഡ് ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അതൊരു ചാലഞ്ച് ആക്കി എടുത്തു. സൗദി അറേബ്യന്റെ കൂടെ തോറ്റേ പിന്നെ അതൊരു ചാലഞ്ച് ആക്കി എടുത്ത് മെസ്സിനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഗുഡ് ചാൻസ്. കാരണം കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. അപ്പൊ കയറി ഒന്ന് അവർക്ക് ചാൻസ് ഒരുക്കി കൊടുത്താലും മാത്രം മതി. അപ്പോ തിരിച്ചും വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ പറഞ്ഞ് അത് കിട്ടി, മെസ്സിക്ക് കിട്ടി. ഇപ്പൊ അപ്പുറത്ത് നെയ്മാറിന് വേൾഡ് കപ്പ് വേണം എന്ന് പറഞ്ഞു നെയ്മാർ ബ്രസീൽ ഫാൻസും, റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പോർച്ചുഗൽ ഫാൻസും എല്ലാവരും ഇങ്ങനെ നടക്കുക. പക്ഷെ അർജന്റീന അതൊക്കെ കൈവരിച്ചു കഴിഞ്ഞു, മെസ്സി അത് കൈവരിച്ചു കഴിഞ്ഞു.